വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ആദ്യം നമുക്ക് യൂണിറ്റ് 2 പേഴ്സണാലിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. യൂണിറ്റ് 2 പേഴ്സണാലിറ്റി. ഫസ്റ്റ് ടോപ്പിക് പേഴ്സണാലിറ്റി. Personality refers to a wide range of distinctive characteristics that make each person unique. പേഴ്സണാലിറ്റി എന്നാൽ ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അഭിപ്രായങ്ങളും ആക്ഷൻസുമാണ്. ഒരാളുടെ തിങ്കിങ്, ബിഹേവിയർ, ഫീലിംഗ് ഇതൊക്കെ മറ്റൊരാളിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു വ്യക്തി എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി. ഓവർ ടൈം ഒരാളുടെ പേഴ്സണാലിറ്റീസിൽ ചേഞ്ചസ് ഉണ്ടാവും, ബട്ട് ചില ക്യാരക്ടേഴ്സ് അപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി നല്ല പേഷ്യൻസ് ഉള്ള ആളാണെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് അവരുടെ കോൺഫിഡൻസ് എന്ന പേഴ്സണാലിറ്റി ഓരോ ടൈം കഴിയുന്തോറും ചേഞ്ച് ചെയ്യും. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാളുടെ ചാമിങ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല. ഒരാളുടെ എല്ലാ ക്യാരക്ടേഴ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് ആ വ്യക്തിയുടെ മൈൻഡിൻ്റെ ഫുൾ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡൈനാമിക് കൺസെപ്റ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പോപ്പുലർ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. പോപ്പുലർ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ 5 ഫാക്ടർ മോഡൽ, സെക്കൻഡ് വൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റിവിറ്റി സ്കെയിൽ ആൻഡ് ദ തേർഡ് വൺ കോർ സെൽഫ് ഇവാലുവേഷൻ. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ദ ബിഗ് 5 പേഴ്സണാലിറ്റി മോഡൽ. ദ ബിഗ് 5 പേഴ്സണാലിറ്റി മോഡൽ എന്നത് 5 മെയിൻ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ട്രേറ്റ്സ് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസസും ഓരോ സിറ്റുവേഷനിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ട്രേറ്റ് എക്സ്ട്രാവേർഷൻ. ഒരു പേഴ്സൺ എത്രത്തോളം സോഷ്യൽ, എനർജറ്റിക് ആണ്, മീൻസ് ആളുകളോട് ഉള്ള എൻഗേജ്മെൻറ്റ്, കംഫർട്ട്, ഇതൊക്കെയാണ് എക്സ്ട്രാവേർഷൻ. നെക്സ്റ്റ് വൺ എഗ്രിയബിൾനെസ്, മീൻസ് ഒരു പേഴ്സൺ എത്രത്തോളം കോപ്പറേറ്റീവ്, കൈൻഡും ട്രസ്റ്റിങ്ങുമാണ്. നെക്സ്റ്റ് കോൺഷ്യൻഷ്യസ്നെസ്, മീൻസ് ഒരു പേഴ്സൺ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്, അതായത് കെയർഫുൾ, ഡിസിപ്ലിൻഡ് ഓർ കെയർലെസ് ആണോ, ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഇമോഷണൽ സ്റ്റെബിലിറ്റി, മീൻസ് ഒരു പേഴ്സൺ എത്രത്തോളം നന്നായി അവരുടെ ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയും ഡീല് ചെയ്യുന്നു. നെക്സ്റ്റ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, മീൻസ് ഒരു പേഴ്സൺ എത്രത്തോളം ക്യൂരിയസ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആണ് എന്നാണ്. നെക്സ്റ്റ് വൺ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റിവിറ്റി സ്കെയിൽ. ഒരു വ്യക്തി ഇമോഷൻസിൽ ജനറലി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റിവിറ്റി സ്കെയിൽ. പോസിറ്റീവ് എഫക്റ്റിവിറ്റിയും നെഗറ്റീവ് എഫക്റ്റിവിറ്റിയുമാണ് പേഴ്സണാലിറ്റിയുടെ 2 ബേസിക് ഡയമെൻഷൻ. പോസിറ്റീവ് എഫക്റ്റിവിറ്റി മീൻസ് ഹാപ്പിനെസ്, ജോയ്, അലേർട്ട്നെസ് പോലെയുള്ള പോസിറ്റീവ് ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഹൈ പോസിറ്റീവ് എഫക്റ്റിവിറ്റി ഉള്ള പേഴ്സൺസ് നല്ല എനർജറ്റിക്കും സോഷ്യൽ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ നെഗറ്റീവ് എഫക്റ്റിവിറ്റി മീൻസ് സാഡ്നെസ് ആൻഡ് ആൻസൈറ്റി പോലുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഹൈ നെഗറ്റീവ് എഫക്റ്റിവിറ്റി ഉള്ള പേഴ്സൺസ് നല്ല സ്ട്രെസ്സും നെർവസ്നെസ്സും അൺപ്ലസൻറ്റ് ഇമോഷൻസും ഫീൽ ചെയ്യുന്നവർ ആയിരിക്കും. നെക്സ്റ്റ് കോർ സെൽഫ് ഇവാലുവേഷൻ. ഒരു വ്യക്തി ഫണ്ടമെൻ്റലി സ്വയം എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ബ്രോഡ് പേഴ്സണാലിറ്റി കൺസെപ്റ്റാണ് കോർ സെൽഫ് ഇവാലുവേഷൻ. ഇത് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെൽഫ് എസ്റ്റീം. ഒരു പേഴ്സൺ സ്വയം അവരെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്നതാണ് സെൽഫ് എസ്റ്റീം. നെക്സ്റ്റ് വൺ സെൽഫ് എഫിക്കസി. ഒരു ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി സക്സസ്ഫുള്ളായി ചെയ്യാനുള്ള അവരുടെ കഴിവിൽ ഉള്ള കോൺഫിഡൻസ് ആണ് സെൽഫ് എഫിക്കസി. തേർഡ് വൺ ലോക്കസ് ഓഫ് കൺട്രോൾ. ലൈഫിലുണ്ടാവുന്ന റിസൾട്ട്സ് സ്വന്തം എഫേർട്സിൽ നിന്ന് തന്നെയാണോ അതോ സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സായ ലക്ക്, ഫെയ്റ്റ് ഇതൊക്കെയാണോ എന്ന ഒരു വ്യക്തിയുടെ വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ എൻവയൺമെൻറ്റ്. ക്ലൈമറ്റ്, ജിയോഗ്രഫി പോലുള്ള ഫിസിക്കൽ സറൗണ്ടിങ്സ് ഒരാളുടെ തോട്ട്സിനെയും ആറ്റിറ്റ്യൂഡ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ബട്ട് എൻവയൺമെൻറ്റ് മാത്രമല്ല ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് സൊസൈറ്റിയിൽ ഉണ്ട്. സെക്കൻഡ് വൺ ഹെറിഡിറ്റി. ചില ജനറ്റിക് ഫാക്ടേഴ്സ് ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൽ അതുപോലെ ബയോളജിക്കൽ സിമിലാരിറ്റീസിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ബട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നത് ഫുള്ളി ബേസ്ഡ് ഓൺ ജനറ്റിക്സ് അല്ല. നെക്സ്റ്റ് വൺ കൾച്ചർ. ട്രഡീഷൻസ്, റിലീജിയൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യലൈസേഷൻ ഇതൊക്കെ ഒരാളുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫ്രം ബർത്ത് നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മുടെ സറൗണ്ടിങ്സും കൾച്ചേഴ്സും നമ്മുടെ ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പീരിയൻസസ്. ലൈഫിലുണ്ടാവുന്ന അനുഭവങ്ങളും എക്സ്പീരിയൻസസും ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യും. ഫസ്റ്റ് വൺ ഓൺ ഗോയിങ് എക്സ്പീരിയൻസസ്. അതായത് റെഗുലർലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ഫാമിലി, സൊസൈറ്റി ഇതൊക്കെ ഒരാളുടെ വാല്യൂസും ബിഹേവിയറും ഷേപ്പ് ചെയ്യും. അതുപോലെ യുണീക്ക് എക്സ്പീരിയൻസസ്. ലൈഫിലുണ്ടാവുന്ന ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സും ചലഞ്ചസുമൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് റിലവൻറ്റ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. ബിഗ് 5 മോഡൽ അല്ലാതെ ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സും ഓർഗനൈസേഷൻ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ കോർ സെൽഫ് ഇവാലുവേഷൻ. പോസിറ്റീവ് കോർ സെൽഫ് ഇവാലുവേഷനുള്ള ആളുകൾ വളരെ കോൺഫിഡൻറ്റും സറൗണ്ടിങ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരും ആയിരിക്കും. അവർ കൂടുതൽ ചലഞ്ചിങ് റോൾസ് ഏറ്റെടുക്കും. ആൻഡ് നെഗറ്റീവ് കോർ സെൽഫ് ഇവാലുവേഷൻ ഉള്ളവർ അവരുടെ സ്കിൽസിൽ കോൺഫിഡൻറ്റ് ഇല്ലാത്തവരും പവർലെസ് ആയിട്ടുള്ളവരും ആയിരിക്കും. നെക്സ്റ്റ് വൺ മാക്കിയവെല്ലിയനിസം. സോ മാക്കിയവെല്ലിയുടെ ഐഡിയയിൽ നിന്നും ഇൻസ്പയർ ആയ പേഴ്സണാലിറ്റി ട്രേഡ് ആണ് മാക്കിയവെല്ലിയനിസം. ഹൈ മാക് ഉള്ളവർ പ്രാഗ്മാറ്റിക് ആയിരിക്കും. അതായത് ഓരോ സിറ്റുവേഷൻസും വളരെ സെൻസിബിളായി ചെയ്യുന്നവർ. അതുപോലെ അവർ ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്ത വേസും ശരിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആൻഡ് ഇവർ വളരെ മാനിപ്പുലേറ്റീവും മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തവരും ആയിരിക്കും. പക്ഷേ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, സ്ട്രെസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ നാർസിസം. നാർസിസം മീൻസ് ഒരു വ്യക്തി സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നൽ. സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇഷ്ടം അവരെ തന്നെയായിരിക്കും. നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റീസ് നല്ല ചരിസ്മാറ്റിക് ലീഡേഴ്സ് ആയിരിക്കും. അതായത് മറ്റുള്ളവരെ ഈസിയായി അട്രാക്റ്റ് ചെയ്യാനും സപ്പോർട്ട് നേടിയെടുക്കാനും കഴിവുള്ള ലീഡേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് സെൽഫ് മോണിറ്ററിങ്. സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് സെൽഫ് മോണിറ്ററിങ്. ഹൈ സെൽഫ് മോണിറ്റേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലും അവർ ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ പബ്ലിക് ബിഹേവിയറും പ്രൈവറ്റ് ബിഹേവിയറും ഡിഫറെൻ്റ് ആയിരിക്കും. ലോ സെൽഫ് മോണിറ്റേഴ്സ് എല്ലാ സിറ്റുവേഷൻസിലും സെയിം ബിഹേവിയർ തന്നെയായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ടേക്കിംഗ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ റിസ്ക് ടോളറൻസ് ഡിഫറെൻ്റ് ആണ്. ഇത് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും സ്പീഡിനെയും ഇൻഫർമേഷനെയും അഫക്റ്റ് ചെയ്യും. ഹൈ റിസ്ക് ടേക്കേഴ്സ് വളരെ കുറച്ച് ടൈമും ഇൻഫർമേഷൻസും കൊണ്ട് ഡിസിഷൻസ് എടുക്കും. ലോ റിസ്ക് ടേക്കേഴ്സ് കൂടുതൽ ടൈമും ഇൻഫർമേഷൻസും എടുത്ത് ഡിസിഷൻസ് എടുക്കും. നെക്സ്റ്റ് പോയിന്റ് പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി. പ്രോ ആക്റ്റീവ് പേഴ്സണാലിറ്റി മീൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും പ്രോ ആക്റ്റീവ് ഇൻഡിവിജ്വൽസ് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനിഷ്യേറ്റീവ്സ് എടുത്ത് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരും. നെക്സ്റ്റ് പോയിന്റ് അതർ ഓറിയൻറ്റേഷൻ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്ര കൺസേൺ കാണിക്കുന്നു എന്നാണ് അതർ ഓറിയൻറ്റേഷനിൽ പറയുന്നത്. ഹൈ അതർ ഓറിയൻറ്റേഷനുള്ളവർ ഡിസിഷൻസ് എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുക്കും. ലോ അതർ ഓറിയൻറ്റേഷനുള്ളവർ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ ആയിരിക്കും. ഇനി നമുക്ക് യൂണിറ്റ് 3 പെർസെപ്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കാം. യൂണിറ്റ് 3 പെർസെപ്ഷൻ. First important topic, perception. Perception is how a person views and understands reality. It is a process by which individuals organize and interpret sensory information to make
സെൻസ് ഓഫ് ദെയർ സറൗണ്ടിങ്സ്. പെർസെപ്ഷൻ മീൻസ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ്. നമ്മൾ കാണുന്ന, കേൾക്കുന്ന, തൊട്ടറിയുന്ന, സ്മെൽ ചെയ്യുന്ന, ടേസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഓർഗനൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്നത് ഒരു സിംഗിൾ പ്രോസസ്സ് അല്ല, മൾട്ടിപ്പിൾ പ്രോസസ്സിൻ്റെ കോമ്പിനേഷനാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നും പല ഫോംസിലാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അത് വിഷ്വൽ, മൂവ്മെൻറ്റ്സ്, സൗണ്ട്സ് അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കാം. ഇതൊക്കെ പെർസെപ്ച്വൽ പ്രോസസ്സിലൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പെർസെപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് പെർസെപ്ഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. ഫസ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഇൻ ദ പെർസീവർ. ഒരു കാര്യം കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വ്യക്തിയെയാണ് പെർസീവർ എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ഒരാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് അയാളുടെ പേഴ്സണൽ ട്രൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആറ്റിറ്റ്യൂഡ്സ്, ഒരാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ, ഫീലിങ്സ്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി, വ്യക്തിത്വം. നെക്സ്റ്റ് മോട്ടീവ്സ്, ഒരാളുടെ ഗോൾസ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്, ഒരാളുടെ ഇഷ്ടങ്ങൾ. ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്, മുൻപുള്ള അനുഭവങ്ങൾ. ദെൻ എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ. ഇതൊക്കെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻ ദ ടാർഗറ്റ്. നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുന്ന രീതി അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ബേസ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, വളരെ അട്രാക്റ്റീവായിട്ടുള്ളവരും അട്രാക്റ്റീവ് അല്ലാത്തവരും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അതുപോലെ ഒരാളുടെ മൂവ്മെൻറ്റ്, സൗണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്ന രീതിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഒരേപോലെയുള്ള ഒബ്ജക്ട്സിനെയൊക്കെ ഓഫൻ ഒരു ഗ്രൂപ്പായി നമ്മൾ കാണാറുണ്ട്. സോ ഫിസിക്കൽ അപ്പിയറൻസ്, മോഷൻ, സൗണ്ട്, സൈസ്, സിമിലാരിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന രീതി പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻ ദ കണ്ടെക്സ്റ്റ്. ഒരു ഒബ്ജക്റ്റോ ഒരു സംഭവമോ ആദ്യമായി കാണുന്ന സിറ്റുവേഷൻസിലും പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഏത് ടൈമിലാണ് കാണുന്നത്, പിന്നെ വർക്ക് പ്ലേസിലെ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് മറ്റ് എൻവയൺമെൻറ്റൽ കണ്ടീഷൻസായ ലൈറ്റ്, ഹീറ്റ്, സറൗണ്ടിങ്സ്, ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ലേണിംഗ്. സോ ലേണിംഗ് മീൻസ് പുതിയ നോളജും സ്കിൽസും ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയേഴ്സും ഡെവലപ്പ് ചെയ്ത് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ത്രൂ ലേണിംഗ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, ഇതൊക്കെയാണ് ഒരാളുടെ നോളജും ബിഹേവിയറിലും ചേഞ്ച് കൊണ്ടുവരുന്നത്. ലേണിംഗ് എന്നാൽ ജസ്റ്റ് ഇൻഫർമേഷൻ എടുക്കുക മാത്രമല്ല, അത് പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യുന്നത് കൂടിയാണ്. ഒരു സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നോളജും സ്കിൽസും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഒരു എഫക്റ്റീവ് ലേണിങ്ങിൻ്റെ മെയിൻ ആസ്പെക്റ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, തിയറീസ് ഓഫ് ലേണിംഗ്. ഫസ്റ്റ് വൺ, ബിഹേവിയറൽ ലേണിംഗ് തിയറീസ്. ബിഹേവിയറൽ ലേണിംഗ് തിയറീസ് ഫോക്കസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലി, അതായത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവിടെ ലേണിങ്ങിനെ മെഷർ ചെയ്യുന്നത് കാണാൻ കഴിയുന്ന ബിഹേവിയർ ചേഞ്ചസിലാണ്, ഇൻറ്റേർണൽ ഫീലിങ്സിൽ അല്ല. ബിഹേവിയർ ലേണിംഗ് തിയറീസിനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ പലതവണ ഒരുമിച്ച് സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതിൽ കണക്റ്റഡ് ആവും. സോ പിന്നീട് അതിൽ ഏതൊരു ആക്ഷൻ ഉണ്ടായാലും മറ്റേ കാര്യമുള്ള പോലെ തന്നെ ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാവുന്നത്. സോ പാവ്ലോവ് കണ്ടക്ട് ചെയ്ത ഡോഗ് എക്സ്പെരിമെൻ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അതായത് ബിഫോർ ലേണിംഗ് പാവ്ലോവ് ഡോഗിനെ ഫുഡ് കാണിക്കുമ്പോൾ മാത്രം ഡോഗ് സലൈവേറ്റ് ചെയ്യും. ബെല്ലിൻ്റെ ശബ്ദം കേട്ടാൽ ഡോഗിന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് പാവ്ലോവ് ബെൽ റിങ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഡോഗിന് ഫുഡ് കൊടുക്കുന്നു. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡോഗിൻ്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അത് ലിങ്ക് ആവും. അതായത് ബെല്ല് റിങ് ചെയ്താൽ ഫുഡ് കൊടുക്കാനാണെന്ന് ഡോഗ് ലേൺ ചെയ്യും. സോ ആഫ്റ്റർ ദിസ് പാവ്ലോവ് ബെല്ല് മാത്രം റിങ് ചെയ്താലും ഫുഡ് കാണിക്കാതിരുന്നാലും ഓട്ടോമാറ്റിക്കലി ഫുഡിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അത് സലൈവേറ്റ് ചെയ്യും. സോ ഇതുപോലെ തന്നെ
ഓർഗനൈസേഷണൽ ബിഹേവിയറിലെ വർക്ക് പ്ലേസ് സ്റ്റിമുലി, അതായത് റിവാർഡ്സ്, പ്രൈസ് ഒക്കെ എംപ്ലോയീസിൻ്റെ ഇമോഷൻസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയീസിൻ്റെ ബിഹേവിയറിന് റിവാർഡ് കൊടുത്താൽ അതേ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് വൺ, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്പറന്റ് കണ്ടീഷനിങ് BF സ്കിന്നറാണ് ഡെവലപ്പ് ചെയ്തത്. ഇതിൽ പറയുന്നത് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ബോണസ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ആണെന്നാണ്. ഓർഗനൈസേഷനിൽ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സും, നല്ല ബിഹേവിയറിന് റിവാർഡ്സും ബാഡ് ബിഹേവിയറിന് ഡിസിപ്ലിനറി ആക്ഷൻസും അപ്ലൈ ചെയ്യും. 2 ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നല്ല പെർഫോമൻസ് കൊണ്ടുവരുമ്പോൾ ബോണസ്, പ്രമോഷൻസ് ഒക്കെ കൊടുക്കുക. സെക്കൻഡ് വൺ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരു എംപ്ലോയി ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടാസ്ക് അവരുടെ വർക്കിൽ നിന്നും റിമൂവ് ചെയ്യും. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റിവിസം ലേണിംഗ് തിയറി. കൺസ്ട്രക്റ്റിവിസം ലേണിംഗ് തിയറി പറയുന്നത് ലേണേഴ്സ് അവരുടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കേട്ടും വായിച്ചും ഓർത്തും മാത്രമല്ല പഠിക്കുന്നത്, അവരുടെ സ്വന്തം എക്സ്പീരിയൻസും എൻവയൺമെൻറ്റും ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, മറ്റ് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇതിലൂടെ സ്വയം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് നോളജ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും ബെസ്റ്റ് വേ ഓൾറെഡി ഉള്ള നോളജും ആയി കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ്. അതായത് ലേണേഴ്സ് അവരുടെ മുമ്പുള്ള എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. നെക്സ്റ്റ്, സോഷ്യൽ ലേണിംഗ് തിയറി. ആൽബർട്ട് ബെൻറ്റൂരയാണ് സോഷ്യൽ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത്. ഈ തിയറി പറയുന്നത് ആളുകൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തും ഇമിറ്റേറ്റ് ചെയ്തുമാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി റോൾ മോഡൽസിനെ ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്യും. കോമൺലി ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ലീഡേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും കൊളീഗ്സിൻ്റെയും ബിഹേവിയർ നോക്കിയാണ് പഠിക്കുന്നത്. ലേണിങ്ങിൽ മോട്ടിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് റിവാർഡിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയാണ് എംപ്ലോയീസ് കൂടുതലായി കോപ്പി ചെയ്യുന്നത്. ആൽബർട്ട് ബെൻറ്റൂര സോഷ്യൽ ലേണിങ്ങിനെ 4 സ്റ്റെപ്പായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, അറ്റൻഷൻ. ഒബ്സർവർ റോൾ മോഡൽസിനെയും അവർ ചെയ്യുന്ന ബിഹേവിയറിനെയും നോട്ട് ചെയ്യണം. സെക്കൻഡ് വൺ, റിട്ടൻഷൻ. ഒബ്സർവ് ചെയ്ത ബിഹേവിയർ പിന്നീട് യൂസ് ചെയ്യാനായി അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. റീപ്രൊഡക്ഷൻ. ഒബ്സർവ് ചെയ്ത ബിഹേവിയർ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം. ലാസ്റ്റ് വൺ, മോട്ടിവേഷൻ. ഒബ്സർവ് ചെയ്ത ബിഹേവിയർ പെർഫോം ചെയ്യാനുള്ള മോട്ടിവേഷൻ അവർക്കുണ്ടായിരിക്കണം. ഇത് മോസ്റ്റ്ലി റിവാർഡ്സും പണിഷ്മെൻറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.